ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമന്റ് ബോക്സിലും ടൈപ്പ് ചെയ്യണേ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇത് പക്ക ആ 2 പേപ്പർ ലാംഗ്വേജ് ഓരോന്നിനും 20 വീതം 40 ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് 3 ഡൊമൈൻസ് ഓരോന്നും 25 വീതം. ഓക്കെ, അപ്പം ഇത് പിന്നെ വരുന്നത് 3 ചോദ്യവും ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ 25 ചോദ്യവും, അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു മെജോറിറ്റി, അപ്പം മൊത്തം നോക്കൂ നിങ്ങൾ, 160 ക്വസ്റ്റ്യൻസ്. ഒരു ഉത്തരം ശരിയായാൽ 4 മാർക്ക്, ഒരു ഉത്തരം തെറ്റിയാൽ -1 മാർക്ക് അല്ലേ? അപ്പം ടോട്ടൽ 5 സബ്ജക്റ്റ് ആണ്, 640 മാർക്ക് നമുക്ക് ഇതിന് വരുന്നുണ്ട്. 640 മാർക്കിന്ന് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും നിങ്ങൾ ഇതിന്റെ സ്കോർ കാർഡ് വെച്ചിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും പോയി അപ്ലിക്കേഷൻ കൊടുക്കുമ്പം അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ള ആളുകളെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്ന. ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യമുള്ള ആളുകൾക്ക് സീറ്റ് മെട്രിക്സ് അനുസരിച്ച്, OBC, UR, SC, ST സീറ്റ് മെട്രിക്സ് അനുസരിച്ച് അവർ സീറ്റ് കൊടുക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളും IIT-കളും NIT-കളും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതില് 75 മാർക്ക് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ടോട്ടൽ 7 പേപ്പേഴ്സ്, 3 പേപ്പേഴ്സും NCERT ആണ്. ഇതാണ് എനിക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ. കാരണം എന്താ പറയുക, നിങ്ങൾ +2 പഠിച്ചു വന്ന സാധനം തന്നെ അവർ വേറെ ചില രീതിയിൽ അല്ലെ, നമുക്ക് പുതിയൊരു വീപ്പയിൽ വീഞ്ഞ് തരുന്നത് പോലെ തന്നെ ഒന്ന് ഡയറക്റ്റ് അല്ലാതെ അവരൊന്ന് ചോദിക്കുകയാണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻസ് ആണ്, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുക, നിങ്ങൾക്ക് വായിലേക്ക് നേരെ ഇട്ട് തരില്ല. ഓക്കെ, അവർ MCQ മോഡലിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കേസ് ബേസ്ഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കേസ് ബേസ്ഡ് ആയിട്ടും ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം, നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഏറ്റവും പ്രധാനം കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പം 70 മുതൽ 80% വരെ NCERT ആണ്. പിന്നെ നിങ്ങൾക്ക് നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. 20% മാർക്ക് എന്തായാലും ഒരു അപ്പർ ലെവലിൽ അവരെന്ത് ചെയ്യും, ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും വലിയ, ഇപ്പൊ നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്, ഞാൻ പറയുന്നത് പ്യൂർലി NCERT-യിലെ കറക്റ്റ് സിലബസ്. ഞാനിവിടെ നിങ്ങൾക്കൊന്ന് സിലബസ് ഏതെടുത്താലും പക്ക അത് NCERT സിലബസ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, NCET 2020 NCET സിലബസ് 2026 അടിച്ച് സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഏത് സിലബസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് പക്ക വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവലംബിക്കാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പക്ക NCERT എടുക്കുക, കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യുക, അതിനുശേഷം PYQ എടുക്കുക, 2 വർഷത്തെ PYQ എടുക്കുക. അതിനെന്ത് ചെയ്യാം, അതിന്റെ PYQs കറക്റ്റ് നോക്കുക. എന്നിട്ട് ഓരോ ചാപ്റ്റേഴ്സിനും എങ്ങനെയാണ് വന്ന് മനസ്സിലാക്കിയിട്ട് റിവിഷൻ ചെയ്യാം. പിന്നെ തുരുതുര ഈ ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഇതാണ് ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഇതാണ് ഏറ്റവും ഗോൾഡൻ ഫോർമുല. ഇതില് NCERT-യുടെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റ് ബേസിൽ നോക്കുമ്പോൾ നിങ്ങൾ ഡെഫിനിഷൻസ് എന്തായാലും നോക്കണം. ഓക്കെ, അപ്പം എക്സാമ്പിൾസ്, ഡയഗ്രംസ്, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾ വലിയ വലിയ പുസ്തകങ്ങൾ എടുത്ത് നോക്കാൻ പോയാൽ മേ ബി അത് ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മേ ബി ഹോൾ കവർ അപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. PYQ ആണ് ഏറ്റവും, ഞാൻ പറയട്ടെ, ഒരു എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് വരുന്നത് ലാസ്റ്റ് 2 ഇയറിൽ 3 ഇയറിൽ, ഇതിപ്പോ 3 ഇയർ ആയിട്ട് തുടങ്ങിയുള്ളൂ. അപ്പൊ നമുക്ക് ആ ഇയറിലുള്ള PYQs മനസ്സിലാക്കാത്തതാണ്. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പൂജാരി സാർ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് PYQ മാത്രം നോക്കി പോയവൻ അവൻ തോറ്റു. കാരണം നമ്മളെ സിലബസ് മാറിയല്ലോ. അപ്പം അതും ശ്രദ്ധിക്കണം, സിലബസ് അതിനാണ് ആദ്യം പറഞ്ഞത്, സിലബസ് മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഈ വർഷം മാറിയിട്ടുള്ളത് എക്കണോമിക്സിൻ്റെതും പിന്നെ ഇതിൻ്റെതും കൂടിയാണ് സിലബസ് മാറിയിട്ടുള്ളത്. പാറ്റേൺസ് മനസ്സിലായി. പാറ്റേൺസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ചോദിച്ചിട്ടുള്ളത് കേസ് ബേസ്ഡ് ആണ് അല്ലെ, കേസ് ബേസ്ഡും അതുപോലെ തന്നെ MCQ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പം ഇതിൽ നമുക്കിപ്പം ഒരു ടോപ്പിക്സിന് 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ കറക്റ്റ് ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അധിക ചാപ്റ്റേഴ്സും 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനാവും. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാം. ഓക്കെ, ഇതൊരു റിവിഷൻ ലൂപ്പാണ്. ഒന്നാം ദിവസം പഠിക്കല്ലേ, 1247 എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ റൂൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒന്നാം ദിവസം പഠിക്കുക, 2 ദിവസം റിവൈസ് ചെയ്യാം, 4-ാം ദിവസം ആ ടോപ്പിക്സ് പിന്നെ റിവൈസ് ചെയ്യുക, 7-ാം ദിവസം ഫൈനൽ റിവൈസ് ചെയ്ത്. ഞാൻ ഒരു സെഷന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സെഷനിലുള്ള ഒരു ഡെയിലി പ്ലാൻ എന്നൊക്കെ പറയുന്ന ഒരു മോഡൽ ഇതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണി മുതൽ 8 മണി വരെ നിങ്ങളൊരു ജനറൽ ടെസ്റ്റ്, നിങ്ങൾ ഇതുവരെ പഠിക്കുന്ന ന്യൂ ടോപ്പിക് എന്ന് ഉദ്ദേശിക്കുന്ന ഡൊമൈൻസ് അല്ല. ഓക്കെ, അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്,
ലാംഗ്വേജ്, ഇതായിരിക്കും നിങ്ങൾക്ക് തീരെ അറിയാത്ത സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന്റെ പുതിയ റെഫറൻസ് ബുക്കോ, അതായത് അത് NCERT അതിന്റെ പക്ക കാര്യങ്ങൾ ബുജേർ സാറ് പറഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങൾ പഠിക്കാം. അതിനുശേഷം ഉച്ചയ്ക്ക് PYQ നോക്കിയിട്ട് വൈകുന്നേരം എന്ത് ചെയ്യാം, ഈ ഡൊമൈൻസ് എടുത്ത് റിവിഷൻ ചെയ്യുക. ഇതാണ് ഒരു ഡെയിലി പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് 70-80% സിലബസ് കവർ ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒരു 1 PYQ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ 1 PYQ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വീക്ക് എന്താണെന്നും നിങ്ങൾക്ക് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വീക്ക് എന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ ഏരിയ എന്നാണ് ചോദിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 6 മുതൽ 10 വരെ ദിവസങ്ങളിൽ ഈ PYQs രണ്ടാം സെറ്റും കൂടെ ചെയ്ത് നോക്കുക. ഈ 6 മുതൽ 10 വരെ ദിവസങ്ങളിൽ രണ്ടാമത്തെ ഒന്നും കൂടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിച്ചിട്ട് സെക്കൻഡ് PYQ ചെയ്ത് നോക്കുക. പിന്നെ തുരുതുര മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ആണ് ഈ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഈ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഈ നിങ്ങളിപ്പം എല്ലാ ആളുകളും മിസ്റ്റേക്ക് വരുന്ന കാര്യം, ഞാൻ 100% നിങ്ങൾ ഈ വെബിനാറിൽ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു വെബിനാറിലും കയറാതെ നേരെ പോയിട്ട് കയറുകയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം എടുക്കും ഏത് ജനറൽ ആപ്റ്റിറ്റ്യൂഡോ ഇംഗ്ലീഷോ ലാംഗ്വേജോ എടുക്കും. ലാംഗ്വേജിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് റീഡിംഗ് കോംപ്രഷൻ ആയിരിക്കും. ആകെ 3 മണിക്കൂർ എക്സാം ഉള്ളത്. നിങ്ങൾ അതിൽ അരമണിക്കൂർ 15 ക്വസ്റ്റ്യൻസിന് വേണ്ടി വേസ്റ്റ് ആക്കും. ഞാൻ പറഞ്ഞുതരാം, 160 ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ഉള്ളത്, 180 മിനിറ്റ് ഉള്ളത്. ശരാശരി ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു സമയം എന്നുള്ളത് അത് 1 മിനിറ്റും ഒരു 20 സെക്കൻഡിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ ഒരാൾ പോയിട്ട് അരമണിക്കൂർ 15 ക്വസ്റ്റ്യൻസിന് വെയിറ്റ് ചെയ്ത് അവസാനം അയാൾക്ക് 3 ഡൊമൈൻസ് അറിയുന്നുണ്ടാവും. ആ 3 ഡൊമൈൻസിലെ ആൻസർ ക്വസ്റ്റ്യൻസ് പോലും അയാൾ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ കറക്റ്റ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ ഇതിന്റെ ഒരു സെറ്റ് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തിട്ട് നിങ്ങൾ പേപ്പേഴ്സിന്റെ 25 ക്വസ്റ്റ്യൻസ് എവിടുന്നോ ജെമിനയോ ChatGPT എവിടെ വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. അത് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 3 മണിക്കൂറിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനാകുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, പിന്നെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് മാർക്ക് തോന്നുന്നതൊന്നും കുത്തലല്ല എക്സാം. ഇത് കറക്റ്റ് PYQ യൂസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം കുത്തിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ 11 മുതൽ 15 ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ മോക്ക് ടെസ്റ്റും റിവിഷനും കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സയൻസിലേക്ക് വരുമ്പം ഇതിന്റെ ഒരു ഫോർമുലാസിനാണ് ഏറ്റവും നിങ്ങൾ എന്ത് ചെയ്യാം കാര്യങ്ങൾ. കാരണം ഇതൊന്നും നിങ്ങൾക്ക് എഴുതി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഫോർമുലാസ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്ത് ചെയ്യാണ്, ബയോളജി പിന്നെയും പ്യൂർലി എന്തായിരിക്കും കറക്റ്റ് നിങ്ങൾക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ, പ്ലാന്റ്സ്, എക്കോളജി, എൻവിറോൺമെന്റ് ഒരു രസമായിട്ട് പഠിച്ചെടുത്താൽ അതിനനുസരിച്ച് ഇതിനൊക്കെ ഞാൻ പറഞ്ഞത് ആദ്യം PYQs നിങ്ങൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ആണ്. സയൻസിന്റെ അത്ര നമുക്ക് എന്തില്ല, ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതിലേക്ക് അത്ര വരുന്നില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്താൽ മതിയാവും. അതിൽ കേസ് സ്റ്റഡീസ്, കീവേഡ്സ്, ഇപ്പം പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറയാണ് ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ വേൾഡ് പൊളിറ്റിക്സ്, ഇത് രണ്ടും കൂടിയാണ്. അപ്പം ഒരാൾക്ക് ആവറേജ് എന്ത് ചെയ്യണം, ഒരു ലോകവിവരമുള്ള ഒരാൾക്കാണ് NCERT വായിച്ചു പോയ ഒരാളുകളാണെങ്കിൽ അയാൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഈ കേസ് സ്റ്റഡീസ് ചോദിച്ചാൽ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എക്സാമിൽ ഏറ്റവും വലിയ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ടഫുള്ള സാധനം കുറച്ച് വരിക എന്നുള്ളതാണ്. കാരണം നമുക്ക് PYQs നിങ്ങൾ എത്ര മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. NCERTയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, NCERT ഫ്രീ ടെസ്റ്റിന്റെ, അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ ടെസ്റ്റുകളും എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിന്റെ ടെസ്റ്റുകൾ രീതിയിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മിനിമം കട്ട് ഓഫ് എത്ര. ഞാൻ പറയല്ലോ, ഇതിനൊരു മിനിമം കട്ട് ഓഫ് എന്ന് പറഞ്ഞ സംഭവമല്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അവിടെ BA BEdനോ BSc BEdനോ BCom BEdനോ അഡ്മിഷൻ കിട്ടാണ് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ NCERT എക്സാം അറ്റൻഡ് ചെയ്യുക, സ്കോർ കാർഡ് എടുക്കുക. സ്കോർ കാർഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം, സ്കോർ കാർഡ് കിട്ടിയ ശേഷം അവിടെ അപ്ലിക്കേഷൻ കൊടുക്കുക. അവരെന്താ ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്ത മൊത്തം ആളുകളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ അവിടെ അപ്ലൈ ചെയ്ത ആളുകളിൽ ആദ്യത്തെ 50 ആളുകൾക്ക് BCom BEdന് അപ്ലൈ ചെയ്ത 50 ആളുകൾക്ക് 50 സീറ്റാണ്. അപ്പൊ 50 ആളുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ 50 ആളുകൾക്ക് അവരത് കൊടുക്കും. ഓക്കെ, അപ്പൊ മിനിമം കട്ട് ഓഫ് പറയാൻ പറ്റൂല. എക്സാം പാസ് ആവുക എന്ന് പറയുന്ന സംഭവം ഇതിലില്ല. CUT പോലെ തന്നെ എക്സാം പാസ് ആവില്ല. എല്ലാവർക്കും സ്കോർ കാർഡ് കിട്ടും. സ്കോർ കാർഡ് കൊണ്ടുപോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾ ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ PYQs നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോഴായിരിക്കും ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മറ്റൊരു എക്സാമിന്റെ ഒരു സ്ട്രാറ്റജി. 4 ഓപ്ഷൻ നിങ്ങൾ 15 ദിവസങ്ങൾ കൊണ്ട് മാത്രം പറയുന്നതാണ്. പഠിച്ചു വരാത്ത ആളുകളാണെങ്കിൽ ഓപ്ഷൻസ് എന്ത് ചെയ്യാം, അതായത് നമുക്കറിയാം എപ്പോഴും ശരിയായ
4 ഓപ്ഷൻസ് ഉള്ളതിൽ തെറ്റാണ് എന്ന് ഉറപ്പ് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ശരിയുള്ള കാര്യങ്ങൾ ലഭിക്കും എന്നുള്ളത്. ഓക്കെ, അതൊരു എക്സാമിന്റെ ഏറ്റവും വലിയൊരു സ്മാർട്ട് ഗസ്സിംഗ് ആയിട്ട് വരുന്നതാണ്. പക്ഷെങ്കിൽ ഈ ഗസ്സിംഗ് നിങ്ങൾക്ക് ശരിയാണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഒരു സെറ്റ് ഓഫ് PYQസോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളോ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് ഒരു ഡൊമൈൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾ 15 ദിവസം കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ എന്ന മോഡലിൽ നമ്മൾ നൽകുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം, ഈ ഒരു 15 ദിവസം കൊണ്ട് എങ്ങനെ NCERT എക്സാമിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാം എന്ന് പറ്റുന്ന ഒരു രീതിയിലാണ് എജ്യൂബിൾസ് ലേണിംഗ് ഞങ്ങളുടെ അടുത്ത് ഒരു 15 ദിവസത്തെ ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ആ ക്രാഷ് കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യണം. ആ ക്രാഷ് കോഴ്സിന്റെ കറക്റ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇപ്പൊ 15 ദിവസത്തേക്കുള്ള ഒരു ഇതിലേക്ക് വിദ്യാർത്ഥികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അവർക്കൊരു രാവിലെ 5 AM ക്ലബ് 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണി മുതൽ രാത്രി ഒരു 7 മണി 9 മണി വരെ അവർ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെയിലി പ്ലാൻ ആണ് 15 ദിവസത്തേക്ക് നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഓരോ ദിവസവും വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസവും അവർ ഏതൊക്കെ സമയം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഒരു വിദ്യാർത്ഥികൾ രാവിലെ എഴുന്നേറ്റിട്ട് 5 മണിക്ക് തന്നെ 6 മണിക്ക് തന്നെ ഇനി ദിവസവും 6 മണിക്ക് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു ദിവസം പഠിക്കുന്ന ഒരു പഠനത്തിന്റെ രീതിയാണ്. 6 മണി മുതലാണ് അവരുടെ ജനറൽ പേപ്പറിന്റെ സ്റ്റഡി ആരംഭിക്കുന്നത്. 6 മണി മുതൽ 7 മണി വരെ നിർബന്ധമായിട്ടും അവർ ജനറൽ പേപ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സ്കെഡ്യൂൾ കൊടുക്കുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇതിന്റെ ക്ലാസ്സുകൾ അവർ കാണുന്നു. നമ്മുടെ എജ്യൂബിൾസ് ലേണിംഗ് എന്ന ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ കാണുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, 7 മണി മുതൽ 7 വരെ ഇതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫാക്കൽറ്റികൾ നൽകിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിൽ അവർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇതിന് രണ്ടിന്റെയും മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, ഇത് ചെയ്യുന്നു. പിന്നെ അവർ 9 മണി മുതൽ 10 മണി വരെ നമ്മൾ നേരത്തെ വിജയർ സാറ് പറഞ്ഞ പോലെ കറന്റ് അഫയേഴ്സിന് വേണ്ടി പത്രങ്ങൾ വായിക്കുകയും നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കഴിഞ്ഞ ഒരു 4 മാസത്തെ GK കറന്റ് അഫയേഴ്സ് കാര്യങ്ങൾ അവർ വായിക്കുന്നു. അതിനുശേഷം 10 മണി മുതൽ 12 മണി വരെ ഡൊമൈൻ സബ്ജക്റ്റുകൾ പഠിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഇനി ഒരു 15 ദിവസത്തിന്റെ ഒരു ഷെഡ്യൂൾ പ്ലാൻ ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയായിരിക്കണം നിങ്ങളത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്ലാൻ ആണ് കുട്ടികൾ ഈ ഒരു സമയം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, 12 മണി മുതൽ 12:30 വരെ അവർ അതിന്റെ ഡൊമൈൻസിന്റെ PYQ ടെസ്റ്റ് ചെയ്യുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ NCERT ടെസ്റ്റും ചെയ്യണം, അതുപോലെ തന്നെ ഈ ഓരോ ടോപ്പിക്സിനും കൊടുത്തിരിക്കുന്ന PYQകളും ടെസ്റ്റുകളും ചെയ്യണം. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കിപ്പം 2 ബ്ലോക്ക് 15 ദിവസത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് റിവിഷന് പോകാൻ പറ്റില്ല. കാരണം ഒരു ദിവസം നമ്മൾ 2 ടോപ്പിക്സ് പഠിച്ചാലേ നമുക്ക് സിലബസ് കവർ ചെയ്യാനാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ എന്ത് ചെയ്യാം, സിലബസ് രണ്ടാമത്തെ ഒരു ഡൊമൈൻസ് കൂടെ പഠിക്കുക. അതിനുശേഷം നൈറ്റ് നമ്മുടെ ഇതിൽ ഒരു 7 മണി മുതൽ 9 മണി വരെ ഇതിന്റെ PYQ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സുകൾ കൂടിയാണ് നടക്കുന്നത്. ഇങ്ങനെ ക്ലാസ്സുകൾ നടന്നിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ദിവസം ഒരാൾ ഏതൊക്കെ സമയം പഠിച്ചു എന്ന് ഒരു ഹാബിറ്റ് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ടൈം ടേബിളിലും ആദ്യം ഇങ്ങനെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നൈറ്റ് PYQ നോക്കുക. എന്നിട്ട് രാത്രി നിങ്ങൾ 9:30 കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ NCERT പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരു ഹാബിറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട്
അതിനുശേഷം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഓരോ ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഒരു ഗ്രോത്ത് എത്രയായി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ ഒരു അടുത്തൊരു 15 ദിവസത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനാവും എന്ന രീതിയിലുള്ള ഒരു ഒരു പ്ലാൻ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. നമ്മളെ അടുത്ത ഒരു 15 ദിവസത്തേക്കുള്ള ഒരു ബാച്ചിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പ്ലാൻ ആണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. അടുത്തൊരു 15 ദിവസം ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ഇന്ന് മുതൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ജനറൽ പേപ്പേഴ്സിന് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എടുത്ത് എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷിന്റെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ദിവസം റീഡിംഗ് കോമ്പറിഷന്, വൊക്കാബുലറി, സിനോണിംസ് ആൻഡ് ആന്റോണിംസ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പ്രിപ്പയർ. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലുള്ള പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റിന്. പിന്നെ ഈ സബ്ജക്റ്റുകളൊക്കെ ഫ്രഷ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതായത് ഈ ഒരു ടോപ്പിക്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇത് നിങ്ങൾ മേ ബി ഇതിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇനി ഇതല്ലെങ്കിലും ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇതിന്റെ റെഫറൻസോ മെറ്റീരിയൽസോ കണ്ടിട്ട് പഠിക്കാം. ഓക്കെ, ഇതില് മൂന്നാമത്തെ ദിവസം നമ്മൾ ലോജിക്കൽ റീസണിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്, അനലോജി, കോഡിംഗ്, ഡിക്കോഡിംഗ്. നാലാം ദിവസം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 2-ാം തീയതി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, ഇതിനൊക്കെ എന്താ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. ഓക്കെ, ആ എഡ്യൂക്കേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഇൻ ലേണേഴ്സ് എന്ന ടോപ്പിക്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 4-ാം ദിവസം നമ്മൾ ഇംഗ്ലീഷിലെ ഫിൽ ഇൻ ദ ബ്ലാക്സ് ആൻഡ് എറർ, ഫിൽ ഇൻ ദ ബ്ലാക്സ്, എറർ സ്പോട്ടിങ് ടോപ്പിക്സ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൽ കവർ അപ്പ് ചെയ്യുന്ന. ഒരു 15 ദിവസം കൊണ്ട് ഒരു മിനിമം സ്കോർ, ഒരു മിനിമം ടു മാക്സിമം സ്കോർ നമുക്ക് റീഡ് ചെയ്യാൻ ഇത്രയും ടോപ്പിക്സ് നിർബന്ധമായിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ ഒരു 10ഓളം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. ഇത്രയും ദിവസം രാവിലെ 6 മണി മുതൽ 8 മണി വരെ നമ്മൾ ഈ ജനറൽ പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കാം. അതിനുശേഷം നമ്മൾ 10 മണി മുതൽ 12 മണി വരെ, ഇപ്പൊ ഇത് സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്ത ആളുകൾക്കുള്ള ഒരു 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 സ്കെഡ്യൂളാണ്. ഒന്നാം ദിവസം അവരെന്ത് ചെയ്യുക, ഫിസിക്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന പാഠവും നോക്കുക. ഈ 2 പാഠം ഇത് നിങ്ങൾക്കും സെറ്റ് ചെയ്യാം, ഇങ്ങനെ 15 ദിവസത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. രണ്ടാം ദിവസം ബയോളജിയിലെ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററും നോക്കുക. എന്നിട്ട് അതിന്റെ NCERT സ്റ്റാറ്റസ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുക, അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കാം. ഓക്കെ, നമ്മുടെ ബാച്ചിലും ഈ ഒരു ഓർഡറിലാണ് ഇത് പോവുക. അപ്പൊ നമ്മൾ അതിനുശേഷം മാർച്ച് 30-ാം തീയതി ഇപ്പം രാവിലെ ഒരാൾ 6 മണി മുതൽ 8 മണി വരെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്റെ ക്ലാസ്സുകൾ പഠിക്കുന്നു, കാണുന്നു. അതിനുശേഷം അതിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നു. 10 മണി മുതൽ 12 മണി വരെ അയാൾ എന്ത് ചെയ്യുന്നു, ഈ സബ്ജക്ട് 10 to 11 എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സബ്ജക്ട് പഠിക്കുന്നു. ഉച്ചയ്ക്ക് 2 to 4 സെക്കൻഡ് സബ്ജക്ട് പഠിക്കുന്നു. അതിനുശേഷം രാത്രിയിൽ അയാൾ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നു. നമ്മളുടെ ഇപ്പം നെക്സ്റ്റ് 15 ദിവസം നമ്മുടെ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകൾ കൂടെ അവൈലബിൾ ആണ്. ഒരു ദിവസം ഇപ്പൊ മാർച്ച് 30-ന് മൺഡേ 7 മണി മുതൽ 9-ന് ഫിസിക്സിന്റെ PYQ ഡിസ്കസ് ചെയ്യും. 31-ന് കെമിസ്ട്രിയുടെ PYQ, വെനസ്ഡേ മാത്സ്, തേഴ്സ്ഡേ ബയോളജി, ഏപ്രിൽ 3-ന് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, 4-ന് ഹിസ്റ്ററി, അക്കൗണ്ടൻസി, 5-ന് എക്കണോമിക്സ്, ബിസിനസ്. ഏപ്രിൽ 6 മുതൽ 14 വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, കറന്റ് അഫയേഴ്സ് ഈ സബ്ജക്റ്റിന്റെ ലൈവുകളാണ് നമ്മുടെ ബാച്ചിൽ നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു 15 ദിവസത്തെ 50 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലാണ് കംപ്ലീറ്റ്ലി ഇതിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ക്ലാസ്സുകൾ മാത്രമല്ല, കംപ്ലീറ്റ്ലി ഇതിന്റെ ഒരു എല്ലാ നിങ്ങളിപ്പം ഇതിലെടുക്കുന്ന ഓരോ ടോപ്പിക്സിന്റെയും കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ, ക്ലാസ്സുകൾ എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് അതിലേക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷനിൽ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പം 15 ദിവസം നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. ഇതിന്റെ ഒരു NCERT മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഇതിന്റെ പ്യുവർലി 2 വർഷത്തെ PYQ ടെസ്റ്റുകളും ആയിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കുക. ഇത് ചെയ്ത് കയ്യലോട് കൂടെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി NCERT എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറും എന്ന രീതിയിലാണ് നമ്മൾ ഇതൊന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ?
കാണാൻ പറ്റുന്നില്ല. ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാണാൻ പറ്റുന്നില്ല. ഇല്ലല്ലേ, ഓക്കെ. Recording in progress. ഓക്കെ, നമ്മുടെ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അടുത്ത ഒരു 15 ദിവസത്തേക്ക് നമുക്ക് NCERT-യുടെ ജനറൽ ടെസ്റ്റിന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 6 മണി മുതൽ 8 മണി വരെ ഒരു വിദ്യാർത്ഥി നമ്മുടെ അടുത്ത് കോച്ചിങ് എടുത്ത വിദ്യാർത്ഥികൾക്ക് അവർ നമ്മൾ കൊടുക്കുക. ഈ ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, ഇതിൽ ഓരോ ടോപ്പിക്സും ആയിരിക്കും. ഇതിൽ റീഡിംഗ് കോമ്പ്രഹൻഷന്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സെന്റൻസ്, സിനോണിംസ് ഒക്കെ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അതുപോലെ ലോജിക്കൽ റീസണിങ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഒരുപാട് സബ്ജക്റ്റിന് കവർ ചെയ്യുന്ന ടോപ്പിക്സുകൾ ഇതിൽ നമ്മൾ ക്ലാസ്സുകളുണ്ട്. പക്ഷേ 15 ദിവസത്തേക്ക് നമ്മൾ നിങ്ങളെ കൊണ്ട് ഈ എല്ലാ ക്ലാസ്സുകളും കവർ ചെയ്യാൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം. പക്ഷേങ്കിൽ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5-6 ടോപ്പിക്സ് ആണ് നമ്മളിപ്പം 15 ദിവസം കൊണ്ട് കവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് വേണ്ട, ഇപ്പം ഉജ്ജർ സാറ് കാണിച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ, HCF ആൻഡ് LCM പോലെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകൾ കാണാനും അതിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ ഇതില് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പം അതിന്റെ ഈ വർഷം മാറിയ സിലബസിന്റെ അവയർനെസ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഡൈവേഴ്സിറ്റി ഇൻ ലേണേഴ്സ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അസസ്മെന്റ്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ, ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ ലൈവായിട്ടാണ് ഏപ്രിൽ 4 മുതൽ 14 വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോൾ BSc B.Ed ആണ് നോക്കുന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലെ ഇതിന്റെ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ, അല്ലേ? അപ്പം അത് കറക്റ്റ് ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് രീതിയിൽ ക്ലാസ്സുകൾ കവർ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് 15 ദിവസം ഞാൻ തന്നിരിക്കുന്ന ആ സ്കെഡ്യൂൾ പ്രകാരം നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ കാണുക. അതിനുശേഷം വെറുതെ ക്ലാസ്സുകൾ കണ്ടാൽ മതിയോ? ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. ഇപ്പൊ നിങ്ങളിപ്പോൾ 15 ദിവസം കൊണ്ട് ക്ലാസ്സുകളൊന്നും കാണണ്ട, ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ടെസ്റ്റുകൾ മാത്രം ചെയ്താൽ മതി. ഇതിൽ ഞാനിപ്പം NCERT, CUET, ജനറൽ ടെസ്റ്റ് ആൻഡ് ലാംഗ്വേജ് എടുക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ട, അപ്പം ഇംഗ്ലീഷിൽ വേണ്ട പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ മോക്ക് ടെസ്റ്റുകളാണ്. ഓക്കെ, ഇതൊക്കെ മോക്ക് ടെസ്റ്റുകളാണ്. ഈ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്താൽ തന്നെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനാവും. ഇപ്പോൾ വോയിസസ് വരുന്ന ഒരു ടോപ്പിക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമിന്റെ അതേ പാറ്റേണിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ടൈം അക്യൂറസി, അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഒക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സബ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് 50-ൽ എത്ര സ്കോർ കിട്ടി എന്നുള്ളത്. ഇനി ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത കോഴ്സ് മാറ്റി കൊടുക്കാം. BSc B.Ed ആദ്യം നമുക്ക് ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഫിസിക്സ് എടുത്താൽ ഫിസിക്സിന്റെ എല്ലാ ടോപ്പിക്സിന്റെയും ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ, ഈ 10 ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഈ ടോപ്പിക്സിന്റെ മാത്രം PYQs വെച്ചിട്ടുള്ള ടെസ്റ്റുകൾ. ഓക്കെ, ഇതിൽ ഒരാൾ ചോദിച്ചു നമ്മളെ കമന്റ് ബോക്സിൽ CUET-യുടെ PYQ കൂടെ ചെയ്താൽ മതിയാകുമോ? ഓഫ് കോഴ്സ് അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. CUET കുറച്ചുകൂടി ഇൻഡെപ്താണ്. അപ്പം CUET-യുടെ PYQ വെച്ച് പഠിച്ചാലും രണ്ടിനും നമുക്ക് ഒരേ സിലബസ് ആണ് വരുന്നത്. അപ്പം 2 പഠിച്ചാലും ഉഷാറാവും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുടെ എല്ലാ ഫൗണ്ടേഷൻ ടെസ്റ്റും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും. പിന്നെ ഇതിന്റെ മെഗാ ടെസ്റ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തെ PYQs NCERT-യുടെ ബയോളജി PYQ, കെമിസ്ട്രി 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ എക്സാം കറക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അറ്റൻഡ് ചെയ്യാം. 4 മാർക്കാണ് പ്ലസ്, അതുപോലെ തന്നെ -1 ആണ്. അപ്പോൾ ജസ്റ്റ് ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുമെന്ന് മനസ്സിലാവും. ഇത് ഞാൻ ജസ്റ്റ്, ഇനി നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യണോ, നിങ്ങൾക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാം. അതിന്റെ എക്സ്പ്ലനേഷന് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഇപ്പം നിങ്ങൾക്ക് ബയോളജി ആണ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഓരോന്നിൻ്റെതും കാര്യങ്ങൾ. അപ്പം ഇത്രയും ഒരു ഫീച്ചേഴ്സോടുള്ള ഒരു ആപ്ലിക്കേഷൻ 15 ദിവസത്തേക്ക് 20 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, അതിനുശേഷം ഒരു 3 മാസം ഓരോ യൂണിവേഴ്സിറ്റിയിലും, CUK-യിൽ, NIT-യിൽ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളുണ്ടാവും. പേഴ്സണലി ഞാൻ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഈ രീതിയിലാണ് നമ്മളിപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ ഈ എക്സാം കഴിഞ്ഞ് പോകുക എന്നുള്ളതല്ല, ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത് അതിന്റെ ഡെയിലി രാവിലെ 6 മണിക്ക് അതിന്റെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് 6 മണി 8 മണി ജനറൽ പേപ്പർ പഠിച്ച് 10 മണിക്ക് ഡൊമൈൻസ് പഠിച്ച് ഉച്ചക്കും ഡൊമൈൻസിന്റെ സെക്കൻഡ് സബ്ജക്റ്റ് പഠിച്ച് രാത്രി നൈറ്റിൽ ലൈവ് അറ്റൻഡ് ചെയ്ത്
ഒരു 15 ദിവസം നിങ്ങൾ ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഒരു മിനിമം പോയിന്റ് ഓഫ് റാങ്കിങ്ങിൽ എത്തിപ്പെടാനുള്ള ഒരു മാർക്ക് നമുക്ക് കിട്ടും. കാരണം അത്തരത്തിലുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ NCERT നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ഒരു സെഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു 1 hour ആയി നമ്മളിപ്പോൾ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു മീറ്റിംഗിൽ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത രജിസ്റ്റർ ചെയ്ത ആവശ്യക്കാരായിട്ട് ഒരു 19 രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് നിങ്ങൾ മുടക്കിയിട്ട് വന്ന നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമുക്കിപ്പം 2499 നമ്മുടെ ഒരു 15 ദിവസത്തെ ക്രാഷ് കോഴ്സിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് 1999 രൂപക്ക് നിങ്ങൾക്ക് നാളെ ആരംഭിക്കുന്ന 30-ാം തീയതി മുതലാണ് ഇതിലുള്ള സ്കെഡ്യൂൾ. അപ്പോൾ നാളെ ആരംഭിക്കുന്ന നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സ്ക്ലൂസീവ്ലി ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഓഫർ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി ആരൊക്കെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് എന്നുള്ളത്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ അറിയിക്കാം. അപ്പം ഈ ഒരു കംപ്ലീറ്റ് ആപ്പ് ആക്സസ്, ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ഡെയിലി നൈറ്റുള്ള ലൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പം ആ ഒരു രീതിയിൽ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ അത്രയും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് തന്നെ ഈ നമ്പറിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട്. ഓക്കെ, എമൗണ്ട് വരുന്നത് 1999 2000 രൂപയാണ്. 2500 നമ്മുടെ ആക്ച്വൽ ഫീ വരുന്നത്. ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് 2000 രൂപക്ക് പോസ്റ്റ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കോട് കൂടെ 3 മാസത്തെ പോസ്റ്റ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കോട് കൂടെ. പിന്നെ നമുക്ക് എൻറ്റയർലി നിങ്ങൾ വൺസ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇതുപോലെ എജുബിൾസ് ലേണിംഗിന്റെ NCERTയുടെ 2026 പോസ്റ്റ് അഡ്മിഷൻ വെബിനാറുകൾ ഉണ്ടാവും. പെയ്ഡ് ആയിട്ടുള്ള വെബിനാറുകളാണ് കംപ്ലീറ്റ്ലി സംഘടിപ്പിക്കുക. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും, CUK-ലേക്കും, NIT-ലേക്കും, അതുപോലെ തന്നെ സാഫി, ഓരോ സ്ഥലത്തേക്കുമുള്ള വെബിനാർസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ പറ്റും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഒരു എക്സാം അഡ്മിഷനും ഒരൊറ്റ കൊടുക്കുകയും ലഭിക്കും. ആപ്പിന്റെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പം ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ കേൾക്കിട്ടില്ലേ? ഓക്കെ, ഇപ്പം ഒരാൾ ചോദിച്ചല്ലോ, അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പം മൊത്തം 7 പേപ്പറിൽ ചില യൂണിവേഴ്സിറ്റികൾ മൊത്തം എല്ലാ പേപ്പറിന്റെ സ്കോറിനും ഒരേപോലെ പരിഗണിക്കും, മൊത്തം 650 സ്കോർ. പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ കുറച്ച് അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. ഓക്കെ, അതിൻ്റെ ഒരു ഉദാഹരണമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഓക്കെ, ഞാനിത് അവിടെ ഒരു ഉദാഹരണം കാണിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ സൈറ്റിൽ ഞാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഐട്ടപ്പ് അഡ്മിഷൻ 2026. ഓക്കെ, അവരുടെ സൈറ്റ് ഇപ്പൊ ജാമായിട്ടാണ്. അവരുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലേക്കുള്ള അവരുടെ ക്രൈറ്റീരിയ പറയുന്നത് വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും, ഓക്കെ, CU കേരള റാങ്കിങ് അവർ പറയുന്നത് അവിടേക്ക് മൊത്തം 640-നേക്കാൾ കൂടുതൽ അതിനുശേഷം അവരെന്ത് ചെയ്യും, ഒരു 50% വെയിറ്റേജ്. ഇപ്പം BSc BEd ബയോളജിക്ക് ആണെങ്കിൽ അവർ ഒരു 50% വെയിറ്റേജ് ആ ഡൊമൈൻസിന് കൊടുക്കും. 25% ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും 25% ജനറൽ ആപ്റ്റിറ്റ്യൂഡിനും അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടാണ് അവരുടെ റാങ്കിങ് ക്രൈറ്റീരിയ. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഒഫീഷ്യൽ
സൈറ്റ് ഇപ്പോൾ ബ്ലോക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. പക്ഷെ നമുക്ക് NIT കാലിക്കറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ റാങ്കിങ് ക്രൈറ്റീരിയ അവർ കൃത്യമായിട്ട് അവരുടെ റാങ്കിങ് ക്രൈറ്റീരിയ ആണത്. അവിടേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന സബ്ജക്ട് ഈ പേപ്പറിൽ നിർബന്ധം എഴുതിയിരിക്കണം എന്ന് പറയാം. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ സെപ്പറേറ്റ് റാങ്കിങ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ റാങ്കിങ് ക്രൈറ്റീരിയ പബ്ലിഷ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റികൾ പോലും ഉണ്ട്. ഓക്കെ, അതാണ് കൃത്യമായി പറയുന്നത്. അപ്പോൾ CUക്ക് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മൊത്തം സ്കോറിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അവർ ഏതാണോ നോക്കുന്നത് അതും കൂടെ എന്ത് ചെയ്യാതെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നാളെ ക്ലാസ് തുടങ്ങും. നാളെ നൈറ്റ് ആയിരിക്കും നമുക്ക് അതിന് ഇനാഗ്രേഷൻ വരും. മറ്റന്നാൾ മുതൽ 1-ാം തീയതി മുതൽ അവർക്ക് സ്കെഡ്യൂൾ അവൈലബിൾ ആയിരിക്കും. നാളെ നൈറ്റ് മുതലായിരിക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, നാളെ നൈറ്റിനാണ് നമ്മുടെ ഫസ്റ്റ് ലൈവ് വരുന്നത്. ഓക്കെ, ഈ PDF ഒന്ന് ഗ്രൂപ്പിൽ ഇടാവോ? കുറേ ആളുകൾ പങ്കെടുത്തു, അവരുടെയൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളുടെ പെട്ടെന്ന് ചോദിച്ച് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ CAT എക്സാമിന് ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ സാറേ, നമ്മളെ ഈ ഓരോ സബ്ജക്റ്റിനും ഫസ്റ്റ് ഓരോരുത്തർ ഈ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസും വ്യത്യസ്തമായിട്ടില്ല. അപ്പോൾ ഓൾഡ് ഡൊമൈൻസിനാണോ ആദ്യം പ്രാധാന്യം കൊടുത്തത്, പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഉള്ള സബ്ജക്ട് പിന്നെയാണോ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് സ്ട്രാറ്റജി വരുന്നത്? അതായത് ഇപ്പോ 3 ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും 3 വ്യത്യസ്ത ഡൊമൈൻസ് ആക്കാരം ഉണ്ടാവുക അല്ലേ? അതെ, അവർ ഓരോരുത്തരും ചില ആളുകൾ രണ്ടെണ്ണം കൊമേഴ്സ് എടുക്കും, ഒന്ന് ചിലപ്പം സയൻസ് എടുക്കുന്നതൊക്കെ ഉണ്ട്. അല്ല, ഈ നമ്മൾ ഈ 15 ദിവസത്തില് ഫസ്റ്റത്തെ കുറച്ച് ദിവസം ഈ ഡൊമൈൻസ് ആണോ പഠിപ്പിക്കുന്നത്? സയൻസിന്റെ ബാച്ച് മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കൊമേഴ്സുകാർക്ക് ഒരു ഷെഡ്യൂൾ ആയിരിക്കും, ഹ്യൂമാനിറ്റീസുകാർക്ക് ഒരു ഷെഡ്യൂൾ ആയിരിക്കും. ആ ഷെഡ്യൂൾ ഒന്ന് ഗ്രൂപ്പിൽ ഇടാമോ? വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ? സാർ, നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത സമയത്ത് പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ സബ്ജക്റ്റും കൂടെ ഷെയർ ചെയ്യണം. അന്നേരം അതിന് കണക്കായിട്ടുള്ള പിന്നെ മെറ്റീരിയൽസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ, എന്നിട്ട് പറയാമോ? അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, അന്നേരം ഇവരെ ഡൊമൈൻ സബ്ജക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിടണോ, അതിന് കണക്കായിട്ടാണോ നമുക്ക് റെക്കോർഡ് ക്ലാസ്സും മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുക? അതെ, അത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, അതിനനുസരിച്ചാണ് അവർക്ക് ആപ്പ് ആക്സസ് സബ്ജക്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഏതൊക്കെയാണോ എടുക്കുന്നത് അനുസരിച്ച് ഡൊമൈൻ മാത്രം കൊടുക്കേണ്ടി വരും അല്ലെ? ബാക്കി എല്ലാവർക്കും വരുന്നതല്ലേ? മലയാളം, ഇംഗ്ലീഷ്, ടീച്ചിങ് നമ്മൾ അതിന് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളം ഇല്ല? മലയാളത്തിൽ നമുക്ക് ഒരു ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ PDF എന്തെങ്കിലും നോട്ട്സ് ലഭ്യമാണോ? PDF അത് ലഭ്യമാണ്. മലയാളത്തിന് PYQസും അത് സിലബസിന് കണക്കായ നോട്ട്സ് അല്ല, PYQ ക്വസ്റ്റ്യൻസ് മാത്ര? മലയാളത്തിന്റെ PYQs നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? അപ്പം 1999 ഫുള്ള് ആപ്പിന്റെ ആക്സസ് കിട്ടുന്നുണ്ടോ? അതെ, നിങ്ങൾക്കുള്ള കോഴ്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലാംഗ്വേജിൽ ഇംഗ്ലീഷ്, പിന്നെ നിങ്ങൾ ഏതാണോ എടുത്ത 3 ഡൊമൈൻസ്, ഇതിനാണ് ആപ്പ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾ ആ ആപ്പിനകത്താണോ പറയും? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അല്ലല്ല, ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു മെന്റർ ഉണ്ടാവും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റികൾ കൂടെ ആയിട്ടുള്ള ഒരു മെന്റർ കൂടെ ഉണ്ടാവും. ആ മെന്റർ ആയിരിക്കും ഡെയിലി 6 മണിക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയും 6 മണിക്ക് അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ആ ഒരു മെന്റർ ഗ്രൂപ്പിലായിരിക്കും. അത് വാട്സ്ആപ്പ് ഗ്രൂപ്പാണോ, ടെലഗ്രാം? അത് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് കംപ്ലീറ്റ്ലി. അവിടെ ആയിരിക്കും ഡെയിലി സ്റ്റഡി പ്ലാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ദിവസം തന്നെ ഈ 2 PDF തന്ന് നിങ്ങളും ആപ്പുമായിട്ട് മാത്രമുള്ള ഒരു സംഭവമല്ല. ഡെയിലി നിങ്ങൾ ആപ്ലിക്കേഷനിൽ 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, 6 മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, 6 മണിക്ക് അവിടെ മെന്റർ അന്ന് പഠിക്കേണ്ട ഡെയിലി പ്ലാൻ അറിയിക്കുന്നു. അതിനുശേഷം രാത്രി അന്ന് നിങ്ങൾ ചെയ്ത മോക്ക് ടെസ്റ്റുകളുടെ ഒക്കെ റിസൾട്ട് മെന്റർ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്.
ഇപ്പൊ ഇന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 30 days ക്രാഷ് ബാച്ചിന്റെ ഫസ്റ്റ് മെഗാ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. അവർ 2024 PYQ ചെയ്ത ഡേ ആണെന്ന്. ഓക്കെ, അപ്പം അടുത്ത അവർ 2 സെക്കൻഡ് മെഗാ മോക്ക് ടെസ്റ്റുകൾ അവർക്ക് വരും. അപ്പൊ നിങ്ങൾക്കും ഇതിന്റെ ഒരു ഫ്രീക്വന്റിലായിരിക്കും വരിക. അപ്പൊ ആ ഒരു രീതിയിൽ അവർ രാത്രി മെന്ററും ഗ്രൂപ്പിൽ മോക്ക് ടെസ്റ്റ് അറിയിക്കുന്നു. അതിനുശേഷം ഓരോ ദിവസവും ഓരോ കുട്ടിയും എത്ര പഠിച്ചു എന്നുള്ള അപ്ഡേറ്റ് ഗ്രൂപ്പിൽ അവരും അറിയിക്കുന്നു, അവരുടെ ഹാബിറ്റ് ട്രാക്കർ അറിയിച്ചിട്ടും. അതിപ്പോ നമ്മള് അതിനകത്ത് നിങ്ങളെ അതില് ഇതാക്കി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ കിട്ടുമല്ലോ, നാളെ രാവിലെ എങ്ങനെയാണത് സംഭവം? ഇത് 24 ഇപ്പൊ നാളെ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീം 24 hours നിങ്ങൾ കണക്ട് ചെയ്യും. നിങ്ങളിപ്പം അല്ല, ഇന്ന് ജോയിൻ ചെയ്താൽ ഇപ്പൊ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മുതൽ അത് നമുക്ക് ആക്റ്റീവായി കിട്ടുമോ? യെസ് ഓഫ് കോഴ്സ്, ഇന്ന് നൈറ്റ് മുതൽ തന്നെ അത് ആക്റ്റീവ് ആവും നിങ്ങൾക്ക്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ആയിക്കോട്ടെ, ഷുവർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇനി പേഴ്സണലായിട്ട് നമ്മുടെ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ NCT എക്സാമിന് പൊതുവെ തയ്യാറാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എജുബിൾസിന്റെ ഭാഗത്ത് നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഗ്രൂപ്പിൽ ഒന്ന് പേരറിയിച്ചാൽ മതി. കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുതരാം. ഓക്കെ, ഇതോടുകൂടെ ഈ ഒരു വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും എജുബിൾസിന്റെ ഭാഗത്ത് നിന്ന് ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ